ഫഹദിക്കനോട് ഇത്ര കാലമായി ഒരു കഥ പറയട്ടെ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് അപ്പോഴേക്ക് നമ്പർ മാറ്റും, അടുത്ത നമ്പർ മാറ്റും, എത്രാമത്തെ അല്ല അത് ഇപ്പൊ വെച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാം അല്ലെ? നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ വലിയ ആഗ്രഹമാണ്. ധ്യാന്റെ ആ കോമഡി ടൈമിങ്ങില് ഫഹദും കൂടി വന്നു കഴിഞ്ഞാല് അല്ല എനിക്കിപ്പോ ലാൽ സാർ വരെ ഡേറ്റ് തരും. പക്ഷേ സത്യമാണോ ഫഹദ്? അത് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നേരിട്ട് ചോദിച്ചത് തീരുമാനമാക്കിയിട്ട് പമ്മനെ ഒരു സെക്കൻഡ്. മറ്റേ പണ്ട് പറയുമല്ലോ, തൃപ്പൂണിത്തുറ തൊട്ടടുത്ത അയാളുടെ വീട് എന്ന് പറയുമല്ലോ. 5 വർഷം മുമ്പ് എന്റെ അടുത്ത് കഥ പറഞ്ഞാൽ വന്നിരുന്നു. 5-6 വർഷം മുമ്പ്. ആ കഥ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല. അന്ന് 6 വർഷം മുന്നേ ഞാൻ 5 വർഷം മുന്നേ അല്ല 10 വർഷം മുന്നേ വന്ന് കഥ പറഞ്ഞു. കാരണം ആ സിനിമ എനിക്ക് എപ്പോഴും ഓർമ്മയാണ്. കാരണം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും വലിയ സിനിമയായിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ കഥ പറയാൻ വരുന്നത്. അന്ന് എന്നോട് കുറച്ച് കഥ ഇങ്ങോട്ട് പറഞ്ഞു ഒരു യാത്രക്കിടയിൽ. ആ കഥ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി സിനിമയൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എടാ ഇവിടെ എന്നെ ഒന്ന് ഉപദേശിച്ചു വിട്ടു, ഓർമ്മയുണ്ടാവില്ല. കാരണം അപ്പോഴേക്ക് എന്റെ വലിയ ആൾക്കാരെ മീറ്റ് ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. അല്ല